പാസ്റ്റർ MJ എബ്രഹാം. ഈ മിനിസ്ട്രിയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റ് ദൈവദാസന്മാർ ഈ മീറ്റിങ്ങിൽ സജീവമായി പങ്കെടുക്കുകയും ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും ഈ രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ MJ എബ്രഹാം പറഞ്ഞതുപോലെ ചില വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് തമ്മിൽ ഫോണിൽ കൂടെ ബന്ധപ്പെടുവാനും ഒക്കൽഹോമയിലേക്ക് ഞാൻ വരുന്നതിന് മുൻപേ അദ്ദേഹം ആ ന്യൂസ് അറിഞ്ഞിട്ട് എന്നെ ഒക്കൽഹോമയിലേക്ക് വെൽക്കം ചെയ്യുവാനായിട്ടിടയായി. ഈ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയിലെ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാനായിട്ട് അന്ന് തന്നെ എന്നോട് പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഞാൻ വന്നതിന്റെ ഒക്കെ തിരക്ക് നിമിത്തം എനിക്ക് കഴിഞ്ഞില്ല. എങ്കിലും ഇങ്ങനെ ഒരു അവസരം കർത്താവ് ഒരുക്കിയല്ലോ, അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒക്കലഹോമയിലല്ല, അതുകൊണ്ട് ഞാൻ പാസ്റ്ററോട് പറഞ്ഞ് ചിലപ്പോൾ എനിക്ക് ഈ മീറ്റിങ്ങിന് കയറാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ഞാൻ ഡാളസിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. എങ്കിലും ഈ രാത്രി അല്പനേരം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം ഇടയാക്കിയതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഇന്ന് രാത്രിയിൽ ധ്യാനിപ്പാനായിട്ട് ഞാൻ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന, ദൈവസഭയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ടതും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ രക്ഷിക്കപ്പെട്ടതും, നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് സ്നാനപ്പെട്ടതും, സ്നാനപ്പെട്ട് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതും എല്ലാം വിശ്വാസത്താൽ ആണെന്നുള്ളത് വ്യക്തമായി നമ്മളെ തിരുവചനം പഠിപ്പിക്കുന്നു. കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. വിശ്വസിക്കുന്നവർക്കാണ് സ്നാനം. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നാണ് തിരുവെഴുത്ത് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ നദികൾ ഒഴുകുന്നത്. കാഴ്ചയാലല്ല, ഞങ്ങൾ വിശ്വാസത്താൽ നടക്കുന്നു. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നടക്കുന്നത് വിശ്വാസത്താൽ, ജീവിക്കുന്നത് വിശ്വാസത്താൽ, സ്നാനപ്പെട്ടത് വിശ്വാസത്താൽ, രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് വിശ്വാസത്താൽ. എന്നാൽ ഈ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിന്റെ ഓഹരിയിൽ പങ്കുള്ളവരാകാൻ സാധിക്കത്തുള്ളൂ. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കുവീൻ, ശോധന ചെയ്യുവീൻ. അവസാനത്തോളം നമുക്ക് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസം. വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ഫെയ്ത്ത് ടു ഫെയ്ത്ത്, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റെപ്പുകളാണ്. ഇന്നതിന് ആധാരമായിട്ട് ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആദ്യമായിട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങളാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 22-23 വാക്യങ്ങൾ. വിശ്വാസത്താൽ യോസേഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു, തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. വിശ്വാസത്താൽ മോശയുടെ ജനനത്തെങ്കിൽ ശിശു സുന്ദരൻ എന്ന അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വിശ്വാസത്താൽ മോശ മതി 2 തലമുറയിൽ വെളിപ്പെട്ട വിശ്വാസം. ജോസഫും മോശയുടെ മാതാപിതാക്കൾ, ഇവർ തമ്മിൽ 400 വർഷത്തെ ഗ്യാപ്പുണ്ട്. 400 വർഷം ഗ്യാപ്പിൽ നിൽക്കുമ്പോഴും വിശ്വാസം 2 വ്യക്തികളിൽ നിന്നും മാറിയിട്ടില്ല. ജോസഫ് വിശ്വാസത്താൽ ഒരു കാര്യം പറഞ്ഞിട്ട് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ 400 വർഷം കഴിഞ്ഞ് മോശയുടെ മാതാപിതാക്കൾ ഒരു സ്റ്റെപ്പ് എടുത്തതും വിശ്വാസത്താൽ. ഇവർ അന്യദേശത്ത് പാർക്കുകയാ. ആരാധനയുള്ളിടമല്ല, യാഗപീഠമില്ല. ഇവർ അടിമകളാണ്. അടിമകളായി ആരാധനയില്ലാതെ, യാഗപീഠമില്ലാതെ, ഒന്നുമില്ലാതെ അവർ അന്യദേശത്ത് കിടക്കുമ്പോഴും അവരുടെ വല്യപ്പച്ചനായ അബ്രഹാമിന്റെ ഉള്ളിൽ ദൈവം കത്തിച്ച വിശ്വാസത്തിന്റെ തീ ഇതുവരെ കെട്ടിട്ടില്ല. കെടാതെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാ. ഇന്നത്തെ പോലെ ഇത്ര സുലഭമായി ദൈവവചനം കേൾക്കാൻ അവർക്കില്ല. പക്ഷേ തലമുറ വിശ്വാസം കൈമാറിക്കൊണ്ടിരിക്കുക. ഒരു തലമുറ അടുത്ത തലമുറയോട് പറയുന്നത് മുഴുവനും
ഇസ്രായേലിന്റെ അബ്രഹാമിന്റെ ദൈവത്തെ കുറിച്ചാണ്. ഞാൻ ഓർക്കിയ ജോസഫ് ഈ കാര്യം അവരോട് പറയുമ്പോൾ, ഇസ്രായേൽ മക്കളുടെ പുറപ്പാടെന്ന് പറയുന്നത്, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഇസ്രായേൽ മക്കൾ പുറപ്പെടുന്നത് ഒറ്റ രാത്രിയില, വളരെ ധൃതി പിടിച്ചുള്ള യാത്രയാ. അവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കാലിൽ ചെരുപ്പിട്ട് അരകെട്ടി വടി കയ്യിൽ പിടിച്ച് തിടുക്കത്തോടെ ഞാൻ പറയുമ്പം മിസ്രൈം വിട്ടോണം. അത്ര ഭയങ്കര സ്പീഡായിട്ടുള്ള ഒരു റിക്കവറി, ഒരു ഡെലിവറൻസ് ആ ദൈവം ചെയ്യുന്നത്. ഇത്രയും ദൈവം ചെയ്യുമ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ആ തിടുക്കത്തോടെ ഇറങ്ങി പുറപ്പെട്ട ജനം ഒരു കാര്യം മറന്നില്ല. എന്താ മറക്കാഞ്ഞെന്നറിയാമോ? അവരുടെ വല്യപ്പച്ചനായ ജോസഫ് പറഞ്ഞ്, നിങ്ങൾ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ എന്റെ അസ്ഥി, ആ രാത്രിയിൽ പലതും അവര് മറന്നു കാണും. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, നമ്മൾ എത്ര തിടുക്കത്തോടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈവൻ എയർപോർട്ടിലോട്ട് പോകുന്ന വഴി പകുതി വഴിക്ക് പാസ്പോർട്ട് എടുത്തില്ലെന്ന് മനസ്സിലായി. നമ്മൾ പാസ്പോർട്ട് പോലും എടുക്കാതെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ രാത്രിയിലും ഈ തലമുറ ജോസഫിന്റെ അസ്ഥി എടുക്കാൻ മറന്നില്ല. അവരത് എടുത്തു. അതിന്റെ കാരണം വിശ്വാസത്താൽ വല്യപ്പച്ചൻ അവരോട് പറഞ്ഞത് 400 വർഷം കഴിഞ്ഞിട്ടും മറക്കാതെ. നമ്മുടെയൊക്കെ അമ്മ, അപ്പൻ, വല്യപ്പച്ചനൊക്കെ മരിക്കുന്നു. നമ്മൾ ആ ഫോട്ടോകളൊക്കെ ആദ്യത്തെ വർഷമൊക്കെ ഭയങ്കരമായിട്ടൊക്കെ നമ്മുടെ വീടിന്റെ ഏറ്റവും നല്ല സ്ഥാനങ്ങളിലൊക്കെ വെക്കും. അടുത്ത ഒരു പെയിന്റ് അടിയൊക്കെ വരുമ്പോഴത്തേക്ക് അതിന്റെ പൊസിഷൻ മാറും, സ്ഥാനം മാറും. തലമുറകൾ വരുമ്പോൾ ഈ വല്യപ്പച്ചനെ അവർ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അപ്പച്ചന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അവരുടെ ഗരേജിലോട്ടെങ്ങാനും അങ്ങ് മാറ്റും. പക്ഷേ എത്ര തലമുറ കൈമാറിയിട്ടും വല്യപ്പച്ചന്റെ അസ്ഥി എടുക്കണമെന്ന് പറഞ്ഞത് അവർ മറക്കാതിരുന്നത് ഒരു വിശ്വാസത്തിന്റെ ചുവടുവെപ്പാ ദൈവമക്കളെ. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, അയ്യോ പെന്തക്കോസിനകത്തൊന്ന് വിശ്വാസം. അങ്ങനൊന്നും പറയരുത്. എവിടെങ്കിലുമൊക്കെ അല്പവിശ്വാസത്തിന്റെ ശോഷണം കണ്ടെങ്കിലും ഇന്നും വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിനു വേണ്ടി നിൽക്കുന്ന വലിയൊരു കൂട്ടം ഇതിനകത്തുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ എല്ലാം വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. സോ 2 ജനറേഷൻ ജോസഫിനോട് പറഞ്ഞതും മോശയുടെ മാതാപിതാക്കൾ. ഇത് നമ്മൾ കാണണമെങ്കിൽ നമ്മൾ നേരെ പുറപ്പാട് പുസ്തകത്തിലേക്ക് പോയെങ്കിലേ പറ്റത്തുള്ളൂ. പുറപ്പാട് പുസ്തകം 1-2 അധ്യായങ്ങളിൽ നിന്നാണ് നമ്മൾ അല്പമായിട്ട് ധ്യാനിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. പുറപ്പാട് പുസ്തകം 1-2 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ 3 ശക്തികൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, സാത്താൻ അവന്റെ മുഴുബലത്തോടെ ശക്തിയോടെ പ്രവർത്തിക്കുക. രണ്ടാമത് നമ്മൾ കാണാൻ സാധിക്കുന്നത് വിശ്വാസത്തിന്റെ ശക്തിയും അവിടെ കുറഞ്ഞിട്ടില്ല. 3, ദൈവത്തിന്റെ ശക്തി. 1 പിശാചിന്റെ ശക്തി, 2 വിശ്വാസത്തിന്റെ ശക്തി, 3 ദൈവത്തിന്റെ ശക്തി. ഇത് 3ഉം നമുക്ക് ഈ 1-2 അധ്യായങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം ഒരു നീണ്ട അധ്യായങ്ങളുള്ള പുസ്തകങ്ങളാണ്. ഈ പുസ്തകം ഇത്രയേറെ അധ്യായങ്ങൾ ഉണ്ടെങ്കിലും നമ്മളത് പഠനത്തിനായിട്ട് എടുക്കുമ്പോൾ 3 കാര്യങ്ങളെ അതിനകത്തുള്ളൂ. 3 കാര്യങ്ങൾ. ഒന്നാമതായിട്ട് അതിൽ കാണിക്കുന്നത് ഡെലിവറൻസ് ഓഫ് ഗോഡ്. ഗോഡ് ഈസ് ഡെലിവറിങ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തെ, ഗോഡ്സ് ഓൺ പീപ്പിൾ, ദൈവത്തിൻ്റെതായ ജനത്തെ ദൈവ അടിമത്തത്തിൽ നിന്ന്, സ്ലേവറിയിൽ നിന്ന് വിടുവിച്ചെടുക്കുകയാണ്. സോ ഡെലിവറൻസ് ആണ് ഒന്നാമത് നമ്മൾ കാണുന്നത്. രണ്ടാമത് നമ്മൾ കാണുന്നത് വിടുവിക്കപ്പെട്ട ജനത്തിന് ദൈവം ഒരു പ്രമാണം കൊടുക്കുക. ലോ. ഗോഡ് ഈസ് നോട്ട് ഓൺലി ദ ഡെലിവറർ, ഹി ഈസ് ദ ലോ ഗീവർ. വിടുവിക്കുന്നവൻ മാത്രമല്ല, പ്രമാണം തരുന്നവനുമാണ് ദൈവം. പക്ഷെ പ്രമാണം തരുന്നത് വിടുവിക്കപ്പെട്ടവർക്കാണ്. ഈജിപ്തിൽ കടന്നപ്പോഴല്ല പ്രമാണം കൊടുത്തത്, ഈജിപ്തിൽ നിന്ന് വിടുവിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ദൈവം പറയുന്നത്, വിടുവിക്കപ്പെട്ടെങ്കിൽ എന്റെ പ്രമാണത്തിൽ നിങ്ങൾ ജീവിക്കണം. മൂന്നാമതായി ദൈവം അവർക്ക് പറയുന്നത് ഒരു കൂടാരം, സമാഗമന കൂടാരം പണിയണം. ഈ 3 കാര്യങ്ങളെ ഉള്ളൂ പുറപ്പാട് പുസ്തകത്തിൽ. ദൈവത്തിന്റെ വിടുതല്, ദൈവത്തിന്റെ പ്രമാണം, ദൈവത്തിന്റെ സമാഗമന കൂടാരം. 3 കാര്യങ്ങളെ ഉള്ളെങ്കിലും ദൈവം 3 കാര്യത്തിലൂടെ 3 സത്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. എന്താ 3 സത്യങ്ങൾ എന്നറിയാമോ? ദൈവം ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്നതിലൂടെ ദൈവം വെളിപ്പെടുത്തിയത് തന്റെ ശക്തിയാണ്.
തന്റെ പവറാണ്, ഗോഡ്സ് പവർ. എന്താ ദൈവം കാണിച്ചതെന്നറിയാമോ? അന്ന് ലോകത്തെ ഭരിച്ച ഏറ്റവും വലിയ ശക്തന ഫറവോൻ, അവന്റെ സാമ്രാജ്യമായ ഏറ്റവും ശക്തിയുള്ളത്. ആ സാമ്രാജ്യത്തിനകത്ത് കിടക്കുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം തന്റെ ശക്തി ഉപയോഗിച്ച് വിടുവിച്ചു പുറത്തു കൊണ്ടുവന്നു. അതിലൂടെ ദൈവം വെളിപ്പെടുത്തിയത് ദൈവത്തിന്റെ ശക്തിയാണ്. നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ദൈവം വിടുവിക്കുമ്പോൾ ദൈവം അവിടെ ഉപയോഗിക്കുന്നത് തന്റെ ശക്തിയാണ്. സോ ഗോഡ് റിവീൽഡ് ത്രൂ ദ ഡെലിവറൻസ് ഓഫ് ദിസ് പീപ്പിൾ ഹിസ് പവർ. തന്റെ ശക്തി വെളിപ്പെടുത്തി. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ലോയാണ്. വിടുവിക്കപ്പെട്ട ജനത്തിന് ദൈവം പ്രമാണം കൊടുത്തപ്പോൾ ആ ന്യായപ്രമാണത്തെ കുറിച്ച് പിന്നീട് പൗലോസൊക്കെ പറയുന്നത്, ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. ഒരു ജഡവും നീതീകരിക്കപ്പെടാത്ത ഒരു ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി ദൈവം ഈ ജനത്തിന്, അല്ലെങ്കിൽ ഒരു പ്രമാണം കൊടുക്കുക. അപ്പൊ നമ്മൾ ചോദിക്കും, എന്തിനാ ഈ പ്രമാണം? ഈ ന്യായപ്രമാണം കൊടുത്തതിലൂടെ ദൈവം വെളിപ്പെടുത്തിയത് ഹിസ് ഹോളിനെസ്. ദൈവം എത്ര വിശുദ്ധനാണെന്ന് വെളിപ്പെടുത്തി. ദൈവം എത്ര ശക്തനാണെന്ന് വിടുതലിലൂടെ വെളിപ്പെടുത്തിയപ്പോൾ, പ്രമാണം കൊടുത്തപ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും, ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും, ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും. ആവർത്തിച്ച പദം പറയുമ്പോൾ ദൈവം കൊടുത്ത ന്യായപ്രമാണത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയത് ദൈവം എത്ര വിശുദ്ധനാണ്. മൂന്നാമതായി ദൈവം കൊടുത്തത് തന്റെ കൂടാരം, ഒരു കൂടാരം പണിയുവാനായിട്ട്. ആ സമാഗമന കൂടാരം പണി തീർന്നപ്പോൾ ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തി, ദൈവത്തിന്റെ സാന്നിധ്യം. ഹിസ് പവർ, ഹിസ് ഹോളിനെസ്, ഹിസ് പ്രസൻസ്. 3 കാര്യങ്ങൾ ദൈവം തന്റെ ജനത്തിന് വെളിപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിലും ഈ ന്യായപ്രമാണം, ഈ തിരുവെഴുത്തുകൾ തുറക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവം എത്ര വിശുദ്ധനാണ്. നമ്മുടെ ജീവിതത്തിലെ വിടുതലിലൂടെ നാം മനസ്സിലാക്കി ദൈവം എത്ര ശക്തനാണ്. നമ്മൾ ആരാധനാലയങ്ങളിൽ പോയി ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കുകയാണ്. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ സാന്നിധ്യം, ഇത് 3ഉം ദൈവം വെളിപ്പെടുത്തുകയാണ്. ദൈവം വെളിപ്പെടുത്താതെ ഒന്നും നമുക്ക് വെളിപ്പെട്ട് കിട്ടാൻ പോകുന്നതുമില്ല. ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തി, ദൈവം തന്റെ വിശുദ്ധി വെളിപ്പെടുത്തി, ദൈവം തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തി. ഇത് 3ഉമാണ് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഈ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, ഈ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ സാത്താൻ അവന്റെ മുഴുബലത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങി. മുഴുബലത്തോടെ അവൻ എന്താ അവന്റെ പ്രവൃത്തികൾ ചെയ്തതെന്നറിയാമോ? അവന്റെ മുഴുബലത്തോടെ അവൻ ചെയ്തത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്, 10ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അവൻ ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കാൻ. 10ാം വാക്യം വായിച്ചു. അവർ പെരുകിയിട്ടൊരു യുദ്ധം ഉണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുത് ഈ രാജ്യം വിട്ട് പൊയ്ക്കളവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. പിശാചാദ്യം ചെയ്തത് ബുദ്ധിയോടെ പ്രവർത്തിക്കാൻ തുടങ്ങിയവൻ. പിശാച് അവന്റെ മുഴുവൻ തന്ത്രങ്ങളും അവന്റെ ബുദ്ധി ഉപയോഗിച്ച് നമ്മളെ, ദൈവത്തിന്റെ ജനത്തെ തകർക്കാൻ, പീഡിപ്പിക്കുവാൻ. അത് മാത്രമല്ല, 8 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കണ്ട, അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഊഴവിചാരകന്മാർ നിമിത്തം പീഡ അനുഭവിക്കാൻ തുടങ്ങി. ശാരീരികമായി പീഡിപ്പിച്ചു. ശാരീരികമായ പീഡ അത് മാനസിക പീഡയായി മാറി. മാനസികമായ പീഡ അവരുടെ ജീവിതത്തെ കയ്പാക്കി മാറ്റി. നോക്കൂ, ആത്മീയ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രയാസങ്ങളും കഷ്ടങ്ങളും വന്നാൽ, എത്ര പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും, എത്ര ഉപവസിക്കുന്നവരാണെങ്കിലും, എത്ര പ്രസംഗം കേൾക്കുന്നവരാണെങ്കിലും പ്രാർത്ഥിച്ചിട്ടൊരു വിടുതലില്ല, ആരാധിച്ചിട്ടൊരു വിടുതലില്ല. പ്രസംഗങ്ങളെല്ലാം ഏറ്റുപറയുന്നു, വചനങ്ങളെല്ലാം ഏറ്റുപറയുന്നു, പക്ഷെ ജീവിതത്തിൽ ഇങ്ങനെ പീഡ കൂടിക്കൊണ്ടിരിക്കുകയാ. സാത്താൻ അവന്റെ മുഴുബലത്തോടെ നമ്മളെ ആക്രമിക്കുക. ശാരീരിക പീഡനങ്ങൾ അഴിച്ചുവിട്ടു, മാനസിക പീഡനങ്ങൾ അടിച്ചുവിട്ടു. ഇതിന്റെ റിസൾട്ട് എന്താണെന്നറിയാമോ? നമുക്ക് നമ്മുടെ ആത്മീക ജീവിതത്തിൽ പലപ്പോഴും ജീവിതം കയ്പായി മാറുകയാണ്. ഇതാണ് പിശാചിന്റെ ഏറ്റവും വലിയൊരു തന്ത്രം, നമ്മുടെ ആത്മീക ജീവിതത്തെ കയ്പാക്കി മാറ്റുവാൻ. ഒരു സന്തോഷമില്ലാത്ത നിലകളിൽ പീഡകൾ അഴിച്ചു വിടുകയാ. തീർന്നില്ല, അഡൽട്സ് ആയിട്ടുള്ളവരെ പീഡിപ്പിക്കുമ്പോൾ തന്നെ ആൺകുഞ്ഞുങ്ങളെ അവൻ കൊല്ലുകയാ.
ശാരീരിക പീഡനങ്ങൾ, ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ലാൻ കൽപ്പന കൊടുക്കുന്നു. ഇനിയും ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ ഇട്ട് മുക്കിക്കൊല്ലാൻ അവന്റെ മുഴുവൻ സാമ്രാജ്യവും അവന്റെ മുഴുവൻ ശക്തിയും ഒരു കൂട്ടം ദൈവജനത്തിനെതിരെ അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇന്നും കണ്ണടച്ച് നമ്മുടെ ആത്മീയ ജീവിതം ഇരുട്ടാക്കി ജീവിക്കരുത്. നമുക്കൊരു എതിരാളിയുണ്ട്, നമ്മളൊക്കെ ഒരു പോരാട്ടമുണ്ട്. അവന്റെ ജോലിയും അവന്റെ ലക്ഷ്യവും എന്ന് പറയുന്നത് ദൈവജനത്തെ പീഡിപ്പിക്കുക, ദൈവജനത്തെ ഉപദ്രവിക്കുക, ദൈവജനത്തിന്റെ തലമുറകളെ നശിപ്പിക്കുക. ഈ നിരത്തിൽ നമ്മുടെ ആത്മീക ജീവിതം കയ്പായി മുൻപോട്ട് പോവുകയാ. അനേകരുമായി സംസാരിക്കുമ്പോൾ പലരിൽ നിന്നും ആത്മീയ സന്തോഷം അറ്റുപോയി. കയ്പിന്റെ വാക്കുകളാ പുറത്തു വരുന്നത്, കയ്പിന്റെ അനുഭവങ്ങളാ. ഇത്രയും കാലമായി ദൈവത്തെ സേവിച്ചു എന്റെ പാസ്റ്ററെ, ഒരു വിടുതലില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു മുന്നേറ്റം ഉണ്ടാകുന്നില്ല. പ്രാർത്ഥിക്കുന്നതിനെല്ലാം വിപരീതമായിട്ടാ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്തോ ജീവിക്കണമെന്ന് പോലും ആഗ്രഹമില്ല. കയ്പിന്റെ വാക്കുകൾ പലരിൽ നിന്നും പുറത്തു വരാൻ തുടങ്ങിക്കഴിഞ്ഞു. ആരാ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നറിയാമോ? പിശാചവന്റെ മുഴുവൻ ശക്തി ഉപയോഗിക്കുകയാ. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? 9-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരായിരുന്നു ആകുന്നു. അവർ പെരുകിയിട്ട് ഒരു യുദ്ധം ഉണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് രണ്ട് കാര്യം പിശാച് ഇസ്രായേൽ മക്കളിൽ നിന്ന് വീക്ഷിച്ചു. അതിലവൻ ഭയപ്പെടുകയാണ്. അവൻ ഈ പീഡകളും ഉപദ്രവങ്ങളും ഊഴവിചാരകന്മാരെ കൽപ്പിച്ചാക്കിയ മുഴുവൻ കാര്യങ്ങളുടെ റീസൺ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇവര് നമ്മളെക്കാൾ വളരുന്നു. 2, നമുക്കില്ലാത്ത ഒരു ശക്തി ഇവർക്കുണ്ട്. പിശാച് ഇന്നും ദൈവജനത്തിൽ നിന്ന് ഭയപ്പെടുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ വളർച്ച അവൻ ഭയപ്പെടുന്നു. ദൈവസഭകൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പീഡനങ്ങളുടെ കാരണം എന്താണെന്നറിയാമോ? മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞാണെങ്കിലും അവർ നോക്കുമ്പോൾ നമ്മുടെ സഭകൾ വളരുന്നു, നമ്മുടെ ഇടയിൽ ആളുകൾ വർദ്ധിക്കുന്നു. ഈ വളർച്ചയെ പിശാച് ഭയങ്കരമായിട്ട് ഭയപ്പെടുകയാണ്. അത് എണ്ണത്തിലുള്ള വളർച്ച. ഇനി 2, നമ്മുടെ ആത്മീയ വളർച്ച. നമ്മൾ ആത്മീയമായി വളരുന്നത് കാണുമ്പോൾ പിശാചിനറിയാം അതവനെ ഭയപ്പെടുത്തുകയാണ്. അവരുടെ വളർച്ചയെ അവൻ ഭയപ്പെട്ടു. 2, അവർ നമ്മളെക്കാൾ ശക്തിയുള്ളവരാ. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ശക്തിയെ പിശാച് ഭയപ്പെടുന്നുണ്ട്. നമുക്കറിയത്തില്ലെങ്കിലും പിശാചിനറിയാം നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ശക്തിയുടെ വലിപ്പം എത്രയാണ്. നമുക്കറിയാമല്ലോ, ഈ ശിംശോനോട് ദലീല ആവർത്തിച്ച് ചെവി ചോദിച്ചൊരു കാര്യം, നിന്റെ ശക്തിയുടെ രഹസ്യം എന്താണ്? പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന്റെ ശക്തിയുടെ രഹസ്യം എന്താണെന്ന് പിശാച് അറിയാൻ നടക്കുകയാണ്. നമ്മൾ ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ, നമ്മൾ മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നത് നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ആ ശക്തി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ശേഷം മനുഷ്യരെ പോലെ ഉള്ളൂ. നമ്മളെ മറ്റുള്ളവരുമായി വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ പണമല്ല, നമ്മുടെ വിദ്യാഭ്യാസമല്ല, നമ്മുടെ കാറല്ല, നമ്മുടെ ജോലിയല്ല, നമുക്കുള്ള യാതൊന്നുമല്ല. നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് ദൈവം നമ്മുടെ മേൽ പകർന്ന തന്റെ അത്യന്ത ശക്തിയാണ്. ഇത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ആ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ വിശുദ്ധ ബൈബിള് പരിചയപ്പെടുത്തുന്നുണ്ട്. ആരാന്നറിയാമോ? ശൗല്. ആ ശൗലിൽ നിന്ന് ആ ദൈവശക്തി നഷ്ടപ്പെട്ടപ്പോൾ, ശിംശോനിൽ നിന്ന് ആ ദൈവശക്തി നഷ്ടപ്പെട്ടപ്പോൾ, അവൻ സാധാരണ മനുഷ്യനെ പോലെ 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ട് 2 കൈകളാലും ബന്ധിക്കപ്പെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസ വിഷയമായി, ഒരു നിന്ദാ വിഷയമായി. ശൗലിനെ നമുക്കറിയാം, ഗിൽബോവ പർവ്വതത്തിൽ വീരന്മാർ, യുദ്ധാഭ്യാസം പഠിച്ച വീരന്മാർ പട്ടുപോകാൻ കാരണം അഭിഷേകം നഷ്ടപ്പെട്ട പരിചയായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് ദാവീദ് ഒരു വിലാപഗീതം പാടുന്നുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അത് മനസ്സിലാക്കിയ ദാവീദ് പറയുകയാണ്, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കല്ലേ. എന്ത് വേണമെങ്കിലും തിരിച്ചെടുത്തോ, പക്ഷെ നീ എന്റെ മേൽ പകർന്ന നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കല്ലേ. എന്താ ദാവീദ് അങ്ങനെ പ്രാർത്ഥിച്ചത്?
എന്റെ ആ ആത്മാവിനെ എടുത്ത ഒരുവനായിരുന്നു എന്റെ മുൻഗാമി. അവന് സംഭവിച്ചതും അവന്റെ അന്ത്യവും എന്റെ മുമ്പിൽ ഒരു വലിയ ചിത്രമായി നിൽക്കുന്നു. അത് കണ്ട ദാവീദ് പ്രാർത്ഥിച്ചു, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. ഇന്ന് രാത്രിയിൽ പിശാചു പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ശക്തരാണെന്നും നമ്മൾ വളരുന്നവരാണെന്നും മനസ്സിലാക്കിയിട്ട് അവനവന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ കൊല്ലാൻ തുടങ്ങുന്നു. അഡൽസിനെ അല്ലെങ്കിൽ മുതിർന്നവരെ അവൻ പീഡിപ്പിക്കാൻ തുടങ്ങി. പീഡകൾ അഴിച്ചുവിട്ടു. ജീവിതം കയ്പാക്കി. ജീവിതം കയ്പാകുമ്പോൾ ആ മനുഷ്യൻ ജീവിതം ഇല്ലാതാക്കുന്നത്, ഇനി മുമ്പോട്ട് ജീവിക്കണമെന്നുള്ള ആഗ്രഹം തന്നെ നഷ്ടപ്പെടുത്തി. ഇങ്ങനെ ആത്മീക ജീവിതത്തെ കയ്പാക്കി മാറ്റിയ ഒരനുഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്നും നമ്മൾ അനേകരുടെ ജീവിതത്തിൽ ഇത് കാണുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഒക്കെ നടുവിലും പിശാച് അവന്റെ മുഴുവൻ ശക്തി ഉപയോഗിക്കുമ്പോഴും വിശ്വാസത്തിന്റെ ശക്തി അവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, സൂതികർമ്മിണികൾ, അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവര് ദൈവത്തെ ഭയപ്പെട്ടു. പുറപ്പാട് പുസ്തകം നിങ്ങൾ 1 മുതലുള്ള 1-ാം അധ്യായം വായിച്ചു വരുമ്പോൾ 17-ാമത്തെ വാക്യം വരെ 16 വാക്യങ്ങളിലും ദൈവമെന്നൊരു പദം കാണുന്നില്ലെങ്കിലും 17-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ ഭയപ്പെട്ടു എന്ന് പറയുന്നു. ആരാണ്? സൂതികർമ്മിണികൾ. രാജാവിന്റെ കൽപ്പന കൊല്ലാനാണെങ്കിൽ സൂതികർമ്മിണികളുടെ അകത്ത് ദൈവം പറയുകയാണ്, കൊല്ലരുത്, കൊല്ലരുത്. അവരുടെ വിശ്വാസം പറയുകയാണ്, ഇല്ല, രാജാവിന്റെ കോപത്തെ ഞങ്ങൾ ഭയപ്പെടത്തില്ല. രാജാവിന്റെ കൽപ്പനയേക്കാൾ വലുതാണ് ഇസ്രായേലിന്റെ ദൈവമെന്ന് അവര് വിശ്വസിച്ചത് കൊണ്ടാണ് കുഞ്ഞുങ്ങളെ കൊല്ലാതെ, ഈ കുഞ്ഞുങ്ങളെ കൊല്ലാതിരിപ്പാൻ സൂതികർമ്മിണികളിൽ വ്യാപരിച്ച അവർക്കുണ്ടായ ധൈര്യം എവിടുന്നാണെന്നറിയാമോ? അവരുടെ അകത്തു വ്യാപരിച്ച വിശ്വാസമാണ്. കൽപ്പന കൊല്ലാനാണെങ്കിൽ വിശ്വാസം പറയുന്നു കൊല്ലരുത്. വിശ്വസിക്കുന്നവന്റെ കൂടെ ആര് കാണുമെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവം കാണും. അവിടെ എഴുതിയിരിക്കുന്നു, സൂതികർമ്മിണികളെ ദൈവം അനുഗ്രഹിച്ചു, ദൈവം അവർക്ക് നന്മ ചെയ്തു. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് രാജകൽപ്പനകളുടെ നടുവിലും വിശ്വാസത്തിനു വേണ്ടി നിൽക്കുമ്പോൾ ഈ സൂതികർമ്മിണികളുടെ അകത്ത് ഇസ്രായേലിന്റെ ദൈവത്തെ കുറിച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് അവർ കുഞ്ഞുങ്ങളെ കൊന്നില്ല. രാജാവിനോട് പറഞ്ഞു, ഇസ്രായേൽ സ്ത്രീകൾ അവർ ഭയങ്കര ആരോഗ്യമുള്ളവരാണ്, ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ അവർ ജന്മം കൊടുക്കുകയാണ്. അവിടെ വിശ്വസിക്കുന്ന സൂതികർമ്മിണികളെ, എബ്രായ സ്ത്രീകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനി വിശ്വാസത്തിന്റെ ശക്തി നമ്മൾ കാണുന്നത് എവിടാന്നറിയാമോ? വിശ്വാസത്തിന്റെ ശക്തി കാണുന്നത് മോശയുടെ മാതാപിതാക്കളിലാണ്. ഒരു കുഞ്ഞെങ്കിലും അവിടെ ജനിച്ചാൽ അത് ആൺകുഞ്ഞാകരുതെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇതാ മോശയുടെ മാതാപിതാക്കൾ വിശ്വാസത്താൽ, അങ്ങനെയാ നമ്മൾ വായിച്ചത്, വിശ്വാസത്താൽ മോശയുടെ മാതാപിതാക്കൾ ശിശു സുന്ദരൻ എന്ന് കാണണമെങ്കിൽ അവരുടെ ആ കുഞ്ഞിന്റെ ജനനത്തിന്റെ പിന്നിൽ വ്യാപരിച്ചതും വിശ്വാസമാണ്. വിശ്വസിച്ച 2 പേർ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഈ വിശ്വാസം 400 വർഷം മുമ്പ് അവരുടെ വല്യപ്പച്ചനായ അബ്രഹാമിന്റെ അകത്ത് വീണ വിശ്വാസത്തിന്റെ ദീപമാണ്. ഇപ്പോഴും ആ ദീപം കെടാതെ ഇവിടെ വരെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. അന്യദേശത്ത് പാർക്കുമ്പോഴും എന്റെ ചോദ്യം, എല്ലാ ആരാധനകളിലും എല്ലാ മീറ്റിങ്ങിലും പങ്കെടുത്തിട്ടും നമ്മുടെ വിശ്വാസത്തിന്റെ ദീപം കെടാതെ നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കൈമുതലായിട്ടൊന്നുമില്ലെങ്കിലും കർത്താവിന്റെ സന്നിധി പറയാൻ കഴിയണം, കർത്താവേ, നീ എന്റെ അകത്ത് കത്തിച്ച വിശ്വാസത്തിന്റെ ദീപം കെടാതെ ഞാൻ സൂക്ഷിക്കുകയാണ്. അത് അണച്ചു കളയാൻ അനുവദിക്കരുത്, അത് നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുത്. മോശയുടെ മാതാപിതാക്കളിൽ വ്യാപരിച്ച വിശ്വാസം, അവരിൽ വ്യാപരിച്ച വിശ്വാസം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവർ വിശ്വസിച്ചത് കൊണ്ടാണ് ആ കുഞ്ഞിന് ജന്മം കൊടുത്തത്. അടുത്ത പറയുന്ന വിശ്വാസം അവരിൽ ഉണ്ടായിരുന്നത് കൊണ്ട് 3 മാസം ആ കുഞ്ഞിനെ ഒളിപ്പിച്ചു പാർപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർക്കിനി ഒളിപ്പിച്ച് പാർപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ വിശ്വാസത്താൽ അവരൊരു പെട്ടകം പണിതു. ഒരു പെട്ടകം പണിതിട്ട് ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് നദിയിൽ കിടത്തുക. അവിടെ നദിയിൽ കിടത്തുന്നതും വിശ്വാസത്താല്. ഈ മോശയുടെ മാതാപിതാക്കൾക്ക് പെട്ടകം എന്ന ഐഡിയ എവിടുന്ന് കിട്ടി?
പെട്ടകത്തിലിട്ടാൽ രക്ഷപ്പെടുമെന്നുള്ള ഐഡിയ എവിടുന്ന് കിട്ടി? പെട്ടകം എന്ന മാർഗം അവർക്ക് എവിടുന്ന് വന്നു? അവർക്കറിയാം ഇസ്രായേലിൽ എഴുതപ്പെട്ട യാതൊന്നും അപ്പോഴില്ലെങ്കിലും കഥകൾ പറയുമ്പോൾ പറഞ്ഞു, നമുക്ക് പണ്ടൊരു അപ്പച്ചനുണ്ടായിരുന്നു. ഈ മാനവരാശി മുഴുവനും പാപത്തിൽ അകപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ വലിയ ന്യായവിധി വന്നു, വലിയ പ്രളയം വന്നു. അപ്പോൾ നോഹ എന്ന് പറഞ്ഞ് നമ്മുടെ കുടുംബത്തിൽ ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചു. അയാൾ ഒരു പെട്ടകം പണിതു. ആ പെട്ടകത്തിനകത്ത് കയറി ജലപ്രളയത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ ദൈവ കോപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ കഥ അവരുടെ അകത്ത് കിടന്നത് കൊണ്ടാണ് അവർ ഒരു പെട്ടകം പണിത് കുഞ്ഞിനെ അതിനകത്താക്കിയത്. അപ്പോൾ ഈ പ്രവർത്തികളിലെല്ലാം വ്യാപരിക്കുന്നത് വിശ്വാസമാണ്. വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകളാണ് അവർ എടുത്തത്. നദിയിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ഭാവി ഇനി ആരുടെ കയ്യിലാണ്? നമ്മൾ പലപ്പോഴും ഒത്തിരി ആകുലരാകാറുണ്ട്. പക്ഷെ ദൈവമക്കൾ മനസ്സിലാക്കണം, നമുക്കെല്ലാറ്റിനും പരിമിതികളുണ്ട്. മോശയുടെ വിശ്വാസത്തിന് പോലും പരിമിതികളുണ്ട്. മോശയുടെ അമ്മയ്ക്കും അപ്പനും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് ഒരു പെട്ടകം പണിയുക, 3 മാസം ഒളിപ്പിച്ചു വെക്കുക, കൊണ്ടുവെക്കുക. ഇനി ഈ നദിയിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ഭാവി അവരുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു. ഇനി ഇത് ആരുടെ കയ്യിലാണെന്നറിയാമോ? ഈ കുഞ്ഞിന്റെ ഭാവി ദൈവത്തിന്റെ കയ്യിലാണ്. നമ്മൾ എപ്പോഴും ഓർക്കണം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തേക്കുക, ബാക്കി കാര്യം ദൈവത്തിന്റെ കൈകളിലാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഉപവസിക്കാൻ പറ്റുമോ? ഉപവസിക്ക്. നമ്മൾ ഒരു സാധാരണ കാര്യം ചെയ്യുമ്പോൾ ദൈവം എപ്പോഴും ഒരു അസാധാരണ കാര്യം നമുക്ക് വേണ്ടി ചെയ്യും. പക്ഷെ നമ്മളൊരു സാധാരണ കാര്യം നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ അസാധാരണ കാര്യം ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവൂ. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. കിണറ്റിൽ കിടക്കുന്ന വെള്ളം കോരി കൽപാത്രത്തിൽ വെക്കാൻ അതാരെ കൊണ്ടും പറ്റും. അത് നിങ്ങൾ ചെയ്യുമ്പോൾ അതൊരു സാധാരണ കാര്യമാണ്. പക്ഷേ ആ കുടത്തിലിരിക്കുന്ന വെള്ളം വീഞ്ഞാക്കുന്നത് ഒരു അസാധാരണ കാര്യമാണ്. അത് ദൈവം ചെയ്യും. എരിഹോ മതിലിന്റെ ചുറ്റും നടക്കാൻ എല്ലാരെ കൊണ്ടും പറ്റും. ആര് വിചാരിച്ചാലും നടക്കാൻ പറ്റും. കാഹളം ഊതാൻ ആരെ കൊണ്ടും പറ്റും. പക്ഷെ നിങ്ങൾ വിശ്വാസത്തോടെ ഒരു സാധാരണ കാര്യം ചെയ്യുമ്പോൾ ഒരു അസാധാരണ കാര്യം ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. ലാസറിന്റെ കല്ലറയ്ക്കലിരിക്കുന്ന കല്ലുരുട്ടി മാറ്റാൻ അതൊരു സാധാരണ കാര്യം. പക്ഷെ നാം അത് ചെയ്യുമ്പോൾ അകത്തിരിക്കുന്ന നാറ്റം വെച്ച ലാസറിനെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അത് ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. ഞാനും നിങ്ങളും ഒരു സാധാരണ കാര്യം ചെയ്യാൻ മുമ്പോട്ട് കാലുവെക്കുമ്പോൾ ഒരു അസാധാരണ കാര്യം, ഇരുട്ടുള്ളപ്പോഴും ഭയം കൂടാതെ കല്ലറ വരെ പോകാൻ ഒരു സ്ത്രീക്ക് പറ്റുമെങ്കിൽ, നീ ഒരു സാധാരണ കാര്യമാണ് അത് ചെയ്തതെങ്കിൽ ആ കല്ലുരുട്ടി മാറ്റുന്നത് ഒരു അസാധാരണ കാര്യമാ. അത് ദൈവം നമുക്ക് വേണ്ടി ദൂതനെ അയച്ച് ചെയ്യും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഉപവസിക്കാൻ പറ്റുമോ? ഒരു നേരത്തെ ആഹാരം വെടിയാൻ പറ്റുമോ? പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരു രാത്രി എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാം. ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അസാധാരണമായ ചില കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇവിടെ ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ വിശ്വാസത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. സാത്താൻ അവന്റെ മുഴുവൻ ശക്തി ഉപയോഗിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ അവിടെയും വിശ്വാസത്തോടെ പ്രവർത്തിക്കുന്ന സൂതികർമ്മിണികളെ നമ്മൾ കാണുന്നു. മോശയുടെ മാതാപിതാക്കളെ നമ്മൾ കാണുന്നു. മോശയുടെ സഹോദരിയാകുന്ന മിരിയാം ഈ കുഞ്ഞിനെ പെട്ടകത്തിൽ കൊണ്ടുവന്ന് നദിയിൽ കിടത്തിയിട്ട് അവൾ കാത്തിരിക്കുകയാണ്, ദൈവം എന്തെങ്കിലും ചെയ്യും. അവളിൽ വ്യാപരിച്ച എന്താണെന്നറിയാമോ? വിശ്വാസം. ഈ കുഞ്ഞിന് എന്താണ് ഭവിക്കാൻ പോകുന്നത്, ദൈവത്തിന്റെ കരം എങ്ങനെയാണ് ചലിക്കാൻ പോകുന്നത് അവൾക്കറിയത്തില്ല. ഫറവോന്റെ പുത്രി കുളിക്കാൻ വരുമെന്നോ ഇതൊന്നും നേരത്തെ ആരും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ വിശ്വാസത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ ശക്തി ഇറങ്ങാൻ തുടങ്ങി. എവിടെയാ ദൈവത്തിന്റെ ശക്തി ഇറങ്ങിയെന്നറിയാമോ? ദൈവത്തിന്റെ ശക്തി ഫറവോന്റെ പുത്രി ഈ നദിയിൽ കുളിക്കാൻ വരുമ്പോൾ പെട്ടകത്തിൽ ഒരു കുഞ്ഞിനെ കാണുകയാണ്. ഈ കുഞ്ഞിനെ കാണുമ്പോൾ, കുഞ്ഞിനെ കണ്ടുടനെ അവള് പറയുകയാണ്, ഇതൊരു എബ്രായ കുഞ്ഞാണ്. നിങ്ങൾക്കറിയണമോ, ഫറവോനെ പിശാച് കയ്യിലെടുത്തിട്ട് എബ്രായ കുഞ്ഞുങ്ങളെ കൊല്ലാൻ കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ ഫറവോന്റെ പുത്രിയുടെ ഹൃദയം ദൈവം കയ്യിലെടുത്തു. അപ്പന്റെ ഹൃദയം പിശാച് കയ്യിലെടുത്തെങ്കിൽ മകളുടെ ഹൃദയം ദൈവം കയ്യിലെടുത്തു.
എല്ലാം കൂടെ ദൈവം പ്രതികൂലമാക്കത്തില്ല കേട്ടോ. എല്ലാം കൂടെ ദൈവം പ്രതികൂലമാക്കത്തില്ല. ഒരിടത്ത് സാത്താൻ അവന്റെ ശക്തി ഉപയോഗിച്ചാൽ മറുഭാഗത്ത് ദൈവം തന്റെ ശക്തി ഉപയോഗിക്കും. ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയും. ദാവീദിനെ കൊല്ലാൻ ശൗലിനെ പിശാച് കയ്യിലെടുത്തിരിക്കുക. എവിടെ കണ്ടാലും ദാവീദിനെ കൊല്ലും, എവിടെ കണ്ടാലും. പക്ഷേ ഈ ശൗലിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ശൗലിന്റെ മകനാകുന്ന യോനാഥാനെ ദൈവം കയ്യിലെടുത്തു. ദൈവം കയ്യിലെടുത്തത് കൊണ്ട് പല അനർത്ഥത്തിൽ നിന്നും ദാവീദ് രക്ഷപ്പെടാനിടയായി. ശൗൽ എവിടെ അവനെ കണ്ടാലും കൊല്ലാൻ നടക്കുമ്പോൾ യോനാഥാൻ എങ്ങനെ അവനെ രക്ഷിക്കാൻ നടക്കുകയാ. ഇന്ന് രാത്രി ഒരു ആത്മീയ ദൂത് പറയാം. ചിലടത്ത് ഭയങ്കര പ്രതികൂലങ്ങൾ അഴിച്ചുവിടുമ്പോൾ ചിലടത്ത് ദൈവം ചിലരെ അനുകൂലമായിട്ട് നമുക്ക് മാറ്റും. എല്ലാരെ കൂടെ ദൈവം പ്രതികൂലമാക്കത്തില്ല. അങ്ങനെ ചെയ്യുന്നവനല്ല നമ്മുടെ ദൈവമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. ശൗലിനെ പിശാച് കയ്യിലെടുത്തെങ്കിൽ യോനാഥാനെ ദൈവം കയ്യിലെടുത്തു. പെട്ടെന്ന് മറ്റൊരു ഉദാഹരണം പറയാം. ജോസഫ് ഈ ആഹാരവുമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ സഹോദരന്മാര് 10 പേരൂടെ പറയാണ്, ദാ വരുന്നടാ സ്വപ്നക്കാരൻ, ഇവനെ നമുക്ക് കൊല്ലണം. 10 പേര് ഒരു മനസ്സോടെ അവനെ കൊല്ലാനായി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരുവന്റെ ഹൃദയത്തെ ദൈവം കയറി അങ്ങ് മാറ്റി. ഒരുവൻ പറയാ, എന്തിനാടാ കൊല്ലുന്നേ? കൊല്ലണ്ടടാ, നമുക്ക് ഈ കുഴിയിലങ്ങിട്ടേക്കാം, അവിടെ കിടന്നോട്ട്. അപ്പൊ കുഴിയിലിടാൻ, കൊല്ലാതെ കുഴിയിലിടാൻ ഒരു സഹോദരനെ ഹൃദയത്തെ ദൈവം കയ്യിലെടുത്തു. ഇനി ഒരു സഹോദരനെ അങ്ങനെ പറഞ്ഞ് കുഴിയിലിട്ടേച്ച് വന്നു തുടങ്ങിയപ്പോ വേറൊരുത്തൻ പറയുക, എന്തിനാ അവനെ കുഴിയിലിട്ടേച്ചു പോകുന്നത്? ഈ കച്ചവടക്കാർക്ക് അങ്ങ് വിറ്റ് കളയാം. ദൈവം എല്ലാരെ കൂടെ നമുക്ക് പ്രതികൂലമാക്കത്തില്ല. ചിലർ നമുക്ക് പ്രതികൂലമാകുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ചിലരുണ്ടാകും. നമ്മൾ മിണ്ടാതിരിക്കേണ്ടി വന്നാലും, ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് അവിടുന്ന് മുൻപോട്ട് പോകാം. ക്രൂശിൽ കിടക്കുന്ന 2 ദുഷ്പ്രവർത്തിക്കാർ. ഒരുവൻ അവൻ മനസ്സിലായി ഞാൻ മരിക്കാൻ പോവുക. പക്ഷെ മരിക്കാൻ പോകുമ്പോഴും അവൻ തൊട്ടടുത്ത് കിടക്കുന്ന നീതിമാനെ ദുഷിച്ചേച്ച് മരിക്കാൻ തുടങ്ങുമ്പോൾ അവനെ മറ്റേവന്റെ ഹൃദയത്തെ ദൈവം അങ്ങ് കയ്യിലെടുത്തു. അവൻ പറയാ, മിണ്ടരുതടാ, എടാ, നമ്മള് രണ്ടുപേരും തെറ്റ് ചെയ്തിട്ട് കിടക്കുന്നവരാ, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് വേണ്ടി സാക്ഷി പറയാൻ ദൈവം ഒരാളുടെ വാ തുറപ്പിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആരും ആയിരിക്കത്തില്ല. 5 അപ്പം വാഴ്ത്തി കൊടുത്ത 5000 പേരെ വായല്ല അവിടെ തുറന്നത്. സ്വന്തം അമ്മയും യോഹന്നാനും അവിടെ നിപ്പുണ്ട്, അവരുടെ വായല്ല തുറന്നത്. ദാ തന്നോടുകൂടെ മരിക്കാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുവന്റെ വാ ദൈവം കയ്യിലെടുത്തിട്ട് പറയുക, ഈ കിടക്കുന്നവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. നാമോ സമശിക്ഷാവധിയിൽ കിടക്കുന്നവരാണ്, ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ പക്കൽ നീതിയുണ്ടെങ്കിൽ, നമ്മുടെ പക്കൽ സത്യമുണ്ടെങ്കിൽ, നമ്മുടെ പക്കൽ നിഷ്കളങ്കതയുണ്ടെങ്കിൽ, നാം അറിയാത്ത ചിലരെ കൊണ്ട് അവരുടെ വാ തുറപ്പിച്ചിട്ട് ദൈവം പറയും, നമുക്ക് വേണ്ടി ദൈവം സംസാരിപ്പിക്കുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി ആലോചന പറയുന്ന, എവിടെ വിശ്വസിക്കുന്നവരുണ്ടോ അവിടെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. വിശ്വസിക്കുന്ന സൂതികർമ്മിണികള്, വിശ്വസിക്കുന്ന മോശയുടെ മാതാപിതാക്കള്, വിശ്വസിക്കുന്ന മോശയുടെ സഹോദരി, വിശ്വസിക്കാൻ ചിലർ അവിടെ ഉണ്ടായപ്പോൾ ദൈവം തന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. സാത്താൻ അവന്റെ ശക്തി ഉപയോഗിച്ചു. വിശ്വസിക്കുന്ന ചിലരുണ്ടായിരുന്നപ്പോൾ ദൈവം തന്റെ ശക്തി ഉപയോഗിച്ചു. 3 ശക്തികളെയും നമുക്ക് ഈ 2 അധ്യായങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ആത്മീക ജീവിതത്തിൽ എവിടെല്ലാം സാത്താൻ അവന്റെ മുഴുവലത്തോടെ ശക്തിയോടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമോ അവിടെല്ലാം വിശ്വസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ചിലരുണ്ടാകുമ്പോൾ ദൈവം തന്റെ ശക്തി ഉപയോഗിക്കുകയാണ്. ദൈവം തന്റെ ശക്തി എവിടൊക്കെ വെളിപ്പെടുത്തിയെന്നറിയാമോ? സൂതികർമ്മിണികളുടെ മേൽ വെളിപ്പെടുത്തി. ദൈവം തന്റെ ശക്തി എവിടൊക്കെ വെളിപ്പെടുത്തിയെന്നറിയാമോ? പീഡിപ്പിക്കും തോറും അവർ വർദ്ധിച്ചു വരുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ ശക്തി ആ നൈൽ നദിക്കകത്ത് കിടന്ന കുഞ്ഞിനെ കൊല്ലാൻ രാജാവ് കൽപ്പനയിടുമ്പോൾ ഫറവോന്റെ പുത്രിയുടെ അകത്ത് ആരോ പറയുകയാണ്, ഈ കുഞ്ഞിനെ കൊല്ലരുത്. അതിന്റെ കാരണം എന്തെന്നറിയാമോ? തൊട്ടപ്പുറത്ത് വിശ്വസിക്കുന്ന ചിലരെ നമുക്ക് കാണുവാൻ സാധിക്കും. വിശ്വാസത്തോടെ
അവർ ഒളിപ്പിക്കുന്നു, വിശ്വാസത്തോടെ അവർ പെട്ടകത്തിനകത്ത് കൊണ്ടുവെക്കുന്നു. വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ ആരെവിടെ വെക്കുന്നോ അവിടെ എല്ലാം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രിയിലും നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തി, അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം. രാത്രി ദൈവത്തോട് പറയണം, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, അങ്ങയ്ക്ക് അസാധ്യമായതൊന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസത്തോടെ നമ്മുടെ കാൽച്ചുവടുകൾ മുൻപോട്ട് വെക്കുന്നുവെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഒരു യാത്രയാണ്, താഴോട്ടുള്ള യാത്രയല്ല. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുകളിലേക്ക് നമ്മൾ കയറുന്ന യാത്രയാണ്. വിശ്വാസത്തിന്റെ ഓരോ പടികൾ നമ്മൾ മുൻപോട്ട് വെക്കുമ്പോൾ ഓരോ ദൈവപ്രവൃത്തി നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടേയിരിക്കും. എവിടൊക്കെ സാത്താൻ മുഴുവനത്തോടെ പ്രവർത്തിക്കുന്നു അവിടൊക്കെ വിശ്വസിക്കുന്ന ചിലർ എഴുന്നേൽക്കുമ്പോൾ ദൈവം തന്റെ ശക്തി വ്യാപരിക്കുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളോടൊപ്പം ഇന്ന് രാത്രിയിൽ ശുശ്രൂഷിപ്പാൻ എനിക്ക് ഇങ്ങനെ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസന്, ഈ മീറ്റിംഗിൽ സഹകരിച്ച എല്ലാവരോടും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ PC വർഗീസിനെയും കാണാനിടയായല്ലോ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.